ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പൊന്നാനി ബീച്ചിലേക്കാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ വീട് പൊന്നാനിയാണ്. അപ്പം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. അപ്പോൾ പിന്നെ എന്തായാലും ബീച്ച് കാണാൻ ഇറങ്ങിയതാ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം 5 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂര്യാസ്തമയമൊക്കെ ആയി തുടങ്ങി. പിന്നെ ഈ പോണ വഴിയിലൊക്കെ ഇത് പുഴകളുടെ ഭാഗം കേട്ടോ. ഇനി നമുക്ക് ഇത് പുഴ കടലിലേക്ക് ലയിക്കുന്ന ഒരു സംഭവം കാണാം. കണ്ടോ, നടുവ് കൂടി ഒരു ലൈൻ പോലെ ഇത് പുഴ കടലിനോട് ചേരുന്ന ആ ഭാഗമാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗി. നമുക്ക് ഫോണിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലൈൻ ഇങ്ങനെ പോണത് പോലെ കാണാം. അങ്ങനെ പുഴയുടെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞത് കടലിലേക്ക് ചെന്ന് പതിച്ചു കഴിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഭാഗങ്ങളൊക്കെ കടലിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാട്ടോ. ജങ്കാറുണ്ട് ഇവിടെ. അപ്പോൾ കുറേ ആളുകൾ ജങ്കാറിൽ പോകണുണ്ട്. കുറച്ചുകൂടി ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് കടലിലെ എൻട്രൻസിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ പക്ഷേ ഈ വഴിയിൽ തന്നെ ഒരുപാട് ഐസ്ക്രീം വണ്ടികളും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ഈ ഒരു ഏരിയയിൽ തന്നെ ആളുകൾ ജങ്കാറിൻ്റെയും ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടപ്പുറത്തെത്തിയിട്ടോ. സൂര്യാസ്തമിക്കാറായി തുടങ്ങി. നല്ല സന്ധ്യയായി തുടങ്ങിയാണ് കേട്ടോ. നമുക്കധികം നേരമൊന്നും അവിടെ ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമ്മൾ വേഗം പോയി. കുട്ടികളൊക്കെ ഭയങ്കര ആർമാദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കാരണം ഈ സന്ധ്യ നേരമായപ്പോഴാണ് എല്ലാവരും കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പം അങ്ങോട്ട് കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള അതിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കണം. കണ്ടോ, കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി റെഡിയായി. കുറച്ച് നേരമൊക്കെ പിടിച്ചു വെക്കാൻ നോക്കി. എവിടെ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അവർക്ക് കടൽ കാണാനൊന്നും വയ്യ. കളിക്കുക, മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക എന്നുള്ള ഒരു എയിം മാത്രമേ ഉള്ളൂ അവർക്ക്. കുട്ടികൾ മാത്രമല്ല, നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. കടലും വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ നമ്മളും വെള്ളത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടോ. ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് നമുക്ക് വെള്ളത്തേക്ക് ഇറങ്ങാനൊക്കെ. കാരണം തിരകളൊക്കെ ഭയങ്കര ആർത്തടിച്ചിട്ടാണ് വരുന്നത്. ചെറുതായിട്ടുള്ള തിരകളൊന്നല്ല, വലിയ വലിയ തിരകൾ വരുന്നത്. അപ്പം നമ്മൾ അത്രയും എല്ലാവരുടെയും ഒരു ശ്രദ്ധ കൊണ്ട് മാത്രമാണ് കുട്ടികളെ ഇറക്കിയുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇറക്കാൻ പേടി തന്നെ കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഉള്ള കാരണമാണ് നമ്മൾ കുട്ടികളെ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തത് തന്നെ. പിന്നെ എത്ര വെള്ളത്തിൽ കളിച്ചാലും നമുക്കും മടുക്കില്ല. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ, കുറെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ അവര് നമ്മളുടെ കടലിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പം നേരം ഒരുപാടായി, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. അപ്പം എല്ലാവരും നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.